വെൽക്കം ബാക്ക് ടു നമ്പൂതിരി പാർട്സ് ഈസി ഫിസിക്സ്. ഈ വീഡിയോയിൽ നമ്മൾ SSLC എക്സാമിനേഷൻ 2018 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോളാർ എനർജി ഈസ് ട്രീറ്റഡ് ആസ് ദ എനർജി സോഴ്സ് ഓഫ് ദ ഫ്യൂച്ചർ. സോളാർ എനർജി ഭാവിയിലെ ഊർജ്ജ സ്രോതസ്സായി പരിഗണിക്കുന്നു. റൈറ്റ് എനി ടു സോളാർ ഡിവൈസസ് വർക്കിംഗ് ഓൺ സോളാർ എനർജി. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് ഉപകരണങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എളുപ്പമുള്ള ചോദ്യമാണ്. മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഒരേ ഉത്തരമാണ്. സോളാർ സെൽ, സോളാർ കുക്കർ, സോളാർ പാനൽ, സോളാർ വാട്ടർ ഹീറ്റർ, ഏത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാം. റൈറ്റ് എനി ടു പ്രോബ്ലംസ് ഫേസ്ഡ് വെൻ ഇലക്ട്രിക്കൽ പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ഡിസ്റ്റന്റ് പ്ലേസസ്. ദൂരസ്ഥലങ്ങളിലേക്ക് വൈദ്യുതി പ്രേഷണം ചെയ്യുന്ന സമയത്ത് അനുഭവപ്പെടുന്ന രണ്ട് ബുദ്ധിമുട്ടുകൾ എഴുതുക. ഇത് പക്ഷേ ഈ പുതിയ ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും നമ്മൾ ആൻസർ ചെയ്യുകയാണ്. വോൾട്ടേജ് ഡ്രോപ്പ് ആൻഡ് പവർ ലോസ്. രണ്ട് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. വോൾട്ടേജ് ഡ്രോപ്പ്, വോൾട്ടേജ് ക്ഷാമം, പിന്നെയോ പവർ ലോസ്, പവർ നഷ്ടം. വോൾട്ടേജ് താഴ്ചയും പവർ നഷ്ടവും. Correct the underlined part of the following statements appropriately if it is wrong. അടിവരയിട്ട ഭാഗം തെറ്റാണെങ്കിൽ തിരുത്തുക. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, conductors having higher melting point than the circuit elements are used as fuse wire. സർക്യൂട്ടിലുള്ള ഉപകരണങ്ങളുടെ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് ഉള്ള പദാർത്ഥമാണ് ഫ്യൂസ് വയറായി ഉപയോഗിക്കുന്നത്. കണ്ടക്ടേഴ്സ് ഹാവിംഗ് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ദാൻ ദ സർക്യൂട്ട് എലമെന്റ്സ് ആർ യൂസ്ഡ് ആസ് ഫ്യൂസ് വയർ. ഒരിക്കലുമല്ല ഉപകരണങ്ങളുടെ ചാലകത്തിനേക്കാൾ ദ്രവണാങ്കം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ കണ്ടക്ടർ ആണ് ഉപയോഗിക്കുക. അവ ലോവർ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ താഴ്ന്ന ദ്രവണാങ്കം. ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആണെങ്കിൽ അത് പെട്ടെന്ന് ഉരുകി സർക്യൂട്ടിനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. അടുത്ത ചോദ്യം, the amperage of the fuse wire must be reduced as the power of the equipments included in the circuit is increased. ഉപകരണത്തിൽ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉപകരണങ്ങളുടെ പവർ കൂടുന്നതനുസരിച്ച് ഫ്യൂസ് വയറിന്റെ ആംപിയറേജ് കുറയ്ക്കണം എന്നാണ് പ്രസ്താവന. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. പവർ കൂടുതലാണെങ്കിൽ അർത്ഥം അതിലൂടെ ഉയർന്ന വൈദ്യുതി ഒഴുകും എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സർക്യൂട്ടിൽ വേണ്ടതായ ഫ്യൂസ് വയറിന്റെ ആംപിയറേജ് കൂടുതലായിരിക്കണം. ഉയർന്ന വൈദ്യുത പ്രവാഹം താങ്ങാൻ കഴിയുന്ന ഫ്യൂസ് വയർ ആയിരിക്കണം. കാരണം പവർ കൂടിയ ഉപകരണങ്ങളിൽ വൈദ്യുത പ്രവാഹ തീവ്രത, ഇന്റൻസിറ്റി ഓഫ് കറന്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആംപിയറേജ് മസ്റ്റ് ബി ഇൻക്രീസ്ഡ്, നിശ്ചയമായും വർദ്ധിപ്പിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടേംസ് ഗിവൺ ബിലോ ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ ബന്ധം കണ്ടെത്തി അനുയോജ്യമായി പൂരിപ്പിക്കുക. ജനറേറ്റർ, ആർമേച്ചർ ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ ഒരു ജനറേറ്ററിനെ സംബന്ധിച്ച് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത് ആർമേച്ചറിലാണ്. അതുമാതിരി മൈക്രോഫോൺ ഡാഷ് ഇൻഡ്യൂസ്ഡ് EMF. മൈക്രോഫോണില് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്ന സ്ഥലം വോയിസ് കോയിലാണ്. വോയിസ് കോയിൽ. അപ്പൊ ആൻസർ വോയിസ് കോയിൽ. രണ്ടുപേർക്ക് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം വോയിസ് കോയിൽ തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ, 4 bulbs are connected to a 230 volt supply as shown below. 4 ബൾബുകൾ 230 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസവുമായി താഴെ കാണുന്ന രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ബൾബിന്റെ മുകളിൽ മാർക്ക് ചെയ്ത കാര്യങ്ങൾ തന്നിട്ടുണ്ട്. 40 വാട്ട് 230 വോൾട്ട്. എല്ലാ ബൾബും ഒരുപോലത്തെ ബൾബുകളാണ്. 40 വാട്ട് ആൻഡ് 230 വോൾട്ട്. 40 വാട്ടും 230 വോൾട്ടും. എന്താണ് ആദ്യത്തെ ചോദ്യം? വിച്ച് ആർ ദ ബൾബ്സ് കണക്റ്റഡ് ഇൻ സീരീസ്. ഏതെല്ലാം ബൾബുകളാണ് ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്? അപ്പൊ ശ്രേണി രീതിയിൽ ശ്രേണിയും സമാന്തരമൊക്കെ ചോദിക്കുന്ന സമയത്ത് ചിത്രം എങ്ങനെ വരച്ചേക്കുന്നു എന്നല്ല നോക്കേണ്ടത്, കണക്ഷൻ എങ്ങനെ ചെയ്തിരിക്കുന്നു. ശ്രേണി രീതിയിൽ രണ്ട് ഉപകരണങ്ങൾ ഘടിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ബൾബിന്റെ
ഒരു ടെർമിനൽ ഒരറ്റവും മറ്റേ ബൾബിന്റെ ടെർമിനലും എടുത്ത് കണക്ട് ചെയ്തു. ഇനി ഓരോ ബൾബിനും ഓരോ ഫ്രീ എൻഡ് ഉണ്ടായിരിക്കും, അതിലേക്കാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുക്കുക. അപ്പൊ ഇതിന്റെ ഫ്രീ എൻഡിലേക്ക് സ്വിച്ച് വഴി ഫേസ് ലൈൻ, ഇത് ഫേസ് ലൈൻ ആണ്, ഫേസ് ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിന്റെ ഫ്രീ എൻഡിലേക്ക് ന്യൂട്രൽ ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നു. ഇത് ഫേസ്, ഇത് ന്യൂട്രൽ, ഇത് ബൾബ് B1, ഇത് ബൾബ് B2, ഇത് ബൾബ് B3, ഇത് ബൾബ് B4, ഇത് S1 എന്നുള്ള സ്വിച്ച്, ഇത് S2 എന്നുള്ള സ്വിച്ച്. അപ്പോ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ B1ഉം B2ഉം ആണ് ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചേക്കുന്നത്. ഇനി സമാന്തര രീതി പറഞ്ഞിട്ടില്ല, എങ്കിലും സമാന്തര രീതി എങ്ങനെ തിരിച്ചറിയാം? സമാന്തര രീതി ഇതിങ്ങനെ വരച്ചേക്കുന്ന കണ്ടാൽ പെട്ടെന്ന് ശ്രേണിയാന്ന് തോന്നും. വരച്ചത് നോക്കിയിട്ടല്ല എഴുതേണ്ടത്. വീണ്ടും പറയാണ്, എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. സമാന്തര രീതിയിൽ എന്താണ്ടാവുക? ഉപകരണത്തിന്റെ ഓരോ ടെർമിനലും ഈ ബൾബിന്റെ ഒരറ്റവും ഈ ബൾബിന്റെ ഒരറ്റവും എടുത്ത് ഒരു കോമൺ പോയിന്റ് ഉണ്ടാക്കി, എന്നിട്ട് അതിലേക്ക് ഫേസ് ലൈൻ കൊടുത്തു. ഇനി ഇവിടെയോ, ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ന്യൂട്രൽ, ഇവിടെ അതെ ഒരു കോമൺ പോയിന്റ് ഉണ്ടാക്കി. ബൾബ് B3യിൽ നിന്നും ഒരു കോമൺ പോയിന്റ്, B3യിൽ നിന്നുള്ള പോയിന്റ് എടുത്തു, B4 എന്നുള്ള പോയിന്റ് എടുത്തു. ഈ കോമൺ പോയിന്റിൽ എന്ത് കൊടുത്തു? ന്യൂട്രൽ ലൈൻ ഘടിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അത്തരത്തില് എങ്ങനെയാണ് കണക്ഷൻ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ശ്രേണിയാണോ സമാന്തരമാണോ എന്ന് നിശ്ചയിക്കുന്നതിന്. ഇനി write to which are the bulbs that can work at 40 watt power? 40 വാട്ട് പവറിൽ പ്രവർത്തിക്കുന്ന ബൾബുകൾ ഏതെല്ലാം? ഉപകരണം അതിന്റെ കൃത്യമായ പവറിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ സമാന്തര രീതിയിൽ പാരലൽ ആയിട്ട് ഘടിപ്പിച്ചിരിക്കണം. അപ്പോൾ പാരലൽ ആയിട്ട് ഘടിപ്പിച്ചിരിക്കുന്നത് B3യും B4ഉം ആണ്. അതിനാൽ ഉത്തരം എന്താ? B3യും സമാന്തരമായി ഘടിപ്പിച്ചിരിക്കുന്ന B3യും B4ഉം. ഇനി write two advantages of connecting household equipments in parallel. സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ, രണ്ട് ഗുണങ്ങൾ എഴുതുക. നമുക്കറിയാം, സമാന്തര രീതിയിൽ ഘടിപ്പിച്ചാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം കുറയും എന്ന് മാത്രമല്ല ഓരോ ഉപകരണത്തെയും നമുക്ക് പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാം. നേരെ മറിച്ച് ശ്രേണി രീതിയിൽ ഓരോ ഉപകരണത്തെയും പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ effective resistance decreases. Each appliance can be controlled by using separate switches. സഫല പ്രതിരോധം കുറയുന്നു. ഓരോ ഉപകരണത്തെയും പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കുവാൻ കഴിയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. റോഷൻ observed a beautiful rainbow in the western sky in his school ground. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ, പടിഞ്ഞാറൻ ആകാശത്തിൽ റോഷൻ ഒരു മഴവില്ല് കണ്ടു. When did Roshan observe the rainbow? പടിഞ്ഞാറ് വശത്ത് റെയിൻബോ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പൊസിഷൻ, സണ്ണിന്റെ പൊസിഷൻ കിഴക്ക് വശത്തായിരിക്കണം, സൂര്യൻ കിഴക്ക് വശത്തായിരിക്കണം. സൂര്യൻ കിഴക്ക് വശത്തുണ്ടാവുക മോർണിംഗിലാണ്. അപ്പൊ ആൻസർ മോർണിംഗ്, രാവിലെ. ഇവിടെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് പ്രഡിക്ഷൻ സാധ്യമല്ല, പ്രവചനം സാധ്യമല്ല എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉത്തരം രാവിലെ. സിമ്പിൾ ആണ്. Draw the diagram of dispersion taking place in a water droplet during the formation of a rainbow. ഒരു മഴവില്ല് രൂപീകരിക്കുന്ന സമയത്ത് ഒരു ജലകണികയിൽ, വെള്ളത്തുള്ളിയിൽ നടക്കുന്ന ഡിസ്പേഴ്ഷന്റെ ചിത്രം വരയ്ക്കുക. ഈ ചിത്രം ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സൺലൈറ്റ് ഒരു വെള്ളത്തുള്ളിയിലേക്ക്, വാട്ടർ ഡ്രോപ്ലെറ്റിലേക്ക് കടന്ന് അവിടെ ഡിസ്പേഴ്ഷൻ സംഭവിച്ചു. ഉള്ളിൽ അടിയിൽ വയലറ്റും മുകളിൽ റെഡും, അതായത് ഈ ലൈറ്റ് റേ വയലറ്റ് ആണ്, അടിയിൽ വയലറ്റും മുകളിലും റെഡും ആയിട്ട് ഉള്ളിലേക്ക് വന്നു. ഇനി ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് വീണ്ടും റിഫ്രാക്ഷൻ നടന്ന് പുറത്തേക്ക് കിടക്കും. അപ്പൊ റിഫ്ലക്ട് ചെയ്ത് ഇവിടെ വന്നു, റെഡ് വന്നു, വയലറ്റ്. അപ്പൊ പുറത്തേക്ക് വരുന്ന ക്രമം മാറും. സാധാരണ മഴവില്ലിലെ ക്രമമല്ല. സാധാരണ മഴവില്ലിൽ മുകളിൽ വയലറ്റും അടിയിൽ റെഡുമാണ്. ഇത് ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് അടിയിൽ വയലറ്റും മുകളിൽ റെഡുമാണ്. ചിത്രം പ്രത്യേകം ശ്രദ്ധിക്കണം, വരച്ച് പഠിക്കണം. ടെക്സ്റ്റിൽ ചിത്രം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഇലക്ട്രിക് ഹീറ്റർ ഓഫ് റെസിസ്റ്റൻസ്
115 ohm is made to work on 230 volt supply. What will be the current through this heater while it is working? ഒരു വൈദ്യുത ഹീറ്റർ 115 ഓം പ്രതിരോധമുള്ള വൈദ്യുത ഹീറ്റർ 230 വോൾട്ട് സപ്ലൈയുമായി ഘടിപ്പിച്ചിരിക്കുന്നു. What will be the current through this heater when it is working? ഈ ഹീറ്ററിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് കറന്റ് കണക്കാക്കുക. അപ്പൊ എപ്പോഴും ഫിസിക്സിൽ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വാല്യൂസ് എഴുതുക. ആദ്യം 115 ഓം പ്രതിരോധമാണ് തന്നേക്കുന്നത്. ആർ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 115 ഓം. പിന്നെ 230 വോൾട്ട് സപ്ലൈ, ഉടനെ നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു 230 വോൾട്ട്. ഇനി നമ്മൾ ചോദിച്ചിരുന്നത് എന്താ? ഐ കറന്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും തന്നിരിക്കുന്ന വാല്യൂസും കാണേണ്ട വാല്യൂവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കും. ആ ബന്ധം നമുക്കറിയാം. ഓം നിയമപ്രകാരം I is equal to V by R is equal to 230 divided by 115 which is equal to 2 ampere. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ 2 ആംപിയർ. ഇനി അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദിസ് ഹീറ്റർ. അവിടെ നമുക്ക് V കണ്ടുപിടിച്ചു, V തന്നിട്ടുണ്ട്, I നമ്മൾ കണ്ടുപിടിച്ചു. പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം. പവർ P is equal to V into I. 230 into 2 is equal to 460 watts. യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്, യൂണിറ്റ്. ഇനി അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ ഹീറ്റ് ജനറേറ്റഡ് ബൈ ദിസ് ഹീറ്റർ ഇഫ് ഇറ്റ് വർക്ക്സ് ഫോർ 10 മിനിറ്റ്സ്. 10 മിനിറ്റ് സമയം ഇത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജം എത്ര? ഉടനടി തന്നിരിക്കുന്ന കാര്യം എഴുതി. T is equal to 10. ഉടനടി ശീലമുണ്ടായിരിക്കണം. യൂണിറ്റ് ശരിയാണോ? ഇവിടെ യൂണിറ്റ് ശരിയല്ല, 10 മിനിറ്റ് ആണ്. 10 മിനിറ്റ് ആവുമ്പോൾ അതിനെ നമുക്ക് എന്താക്കി മാറ്റണം? സെക്കൻഡ് ആക്കി മാറ്റണം. ഇൻറ്റു 60. 60 into 10 is equal to 600 seconds. Then ചോദിച്ചിരുന്നത് ഹീറ്റ് എനർജിയാണ്, താപോർജ്ജം, ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപോർജ്ജം എത്ര? പല രീതിയിൽ കാണാം. പവർ ഇൻറ്റു ടി, പവർ ഇൻറ്റു സമയം, അത് കാണാം. അല്ലെങ്കിൽ VIT അത് കാണാം. അല്ലെങ്കിൽ I²RT, ഏത് ഫോർമുല വേണമെന്ന് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ഉപയോഗിച്ചത് VIT ആണ്. 230 into 2 into 600 which is equal to 2,76,000 ജൂൾ. അതാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് വൺ എക്സാമ്പിൾ ഈച്ച് ഫോർ ഫോസിൽ ഫ്യൂവൽസ് ഇൻ സോളിഡ് ആൻഡ് ലിക്വിഡ് സ്റ്റേജ്. സോളിഡ് സ്റ്റേറ്റിലും ഖരാവസ്ഥയിലും ലിക്വിഡ് സ്റ്റേറ്റിലും ദ്രാവകാവസ്ഥയിലും ഉള്ള ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഓരോ ഉദാഹരണം എഴുതുക. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിലുള്ള ഉദാഹരണമാണ് കോൾ അല്ലെങ്കിൽ കൽക്കരി, മലയാളം മീഡിയംകാർക്ക് കൽക്കരി. ലിക്വിഡ് സ്റ്റേറ്റിൽ പെട്രോൾ എഴുതാം, ഡീസൽ എഴുതാം, കെറസിൻ എഴുതാം, എല്ലാം എഴുതാം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫോസിൽ ഫ്യൂവൽ പ്രൊഡ്യൂസസ് അമോണിയ when distilled in the absence of air? ഏത് ഫോസിൽ ഇന്ധനത്തെ ഡിസ്റ്റിൽ ചെയ്താലാണ്, സ്വേദനം നടത്തിയാലാണ് അമോണിയ ലഭിക്കുക? കൽക്കരിയെ അല്ലെങ്കിൽ കോളിനെ ഡിസ്റ്റിലൈസേഷൻ വഴിയാണ് നമ്മൾ അമോണിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കോൾ, മലയാളം മീഡിയം ഉത്തരം കൽക്കരി. Write down the process of evolution of fossil fuels on the earth. ഭൂമിയിൽ ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടായതെങ്ങനെ എന്ന് എഴുതുക. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യജന്തുജാലങ്ങൾക്ക് വിഘടനം സംഭവിച്ച് നിരവധി മാറ്റങ്ങൾ സംഭവിച്ച് എങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉയർന്ന മർദ്ദത്തിലും ഊഷ്മാവിലും ടെമ്പറേച്ചറിലും വായുവിന്റെ അസാന്നിധ്യത്തിൽ നിരവധി രാസഭൗതിക ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് മാറ്റങ്ങൾ സംഭവിച്ചാണ് ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാകുന്നത്. ഫോംഡ് ബൈ ദ ഡീകമ്പോസിഷൻ ഓഫ് plants and animals buried under the earth millions of years ago in the absence of oxygen under high pressure and temperature. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജീവികളും വായുവിന്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഇതോടുകൂടി 2018 SLC എക്സാം
SLC എക്സാമിനേഷൻ 2018 ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. ഈ സിലബസിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ആൻസർ ചെയ്തു. ഇത് ശ്രദ്ധാപൂർവം പഠിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ.